മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. UDF കാഞ്ഞൂർ മണ്ഡലം കൺവെൻഷൻ KPCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ആലുവ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അൻവർ സാദത്തിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി കാഞ്ഞൂർ മണ്ഡലം കൺവെൻഷൻ കാഞ്ഞൂർ SNDP ഹാളിൽ സംഘടിപ്പിച്ചു. UDF മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് വർഗീസ് കോയിക്കര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KPCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുമുന്നണി സ്വപ്നം കാണാത്ത പരാജയമായിരിക്കും തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുകയെന്നും UDF ചരിത്ര വിജയം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥി അൻവർ സാദത്ത് ഇതുവരെയുള്ള പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഉന്നത വിജയം കൈവരിക്കുകയാണെന്ന് പ്രവർത്തകർ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. കാരണം നിങ്ങളാണ് എപ്പോഴും എന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിലും വാശിയേറിയോടുകൂടി UDF-നെ സ്നേഹിക്കുന്ന, കോൺഗ്രസിനെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നേതാക്കന്മാരെ, നിങ്ങളുടെ പിന്തുണയാണ് ഈ കഴിഞ്ഞ 15 വർഷക്കാലം ആലുവക്കാരെ ചേർത്ത് പിടിക്കാൻ എനിക്ക് കിട്ടിയ ഊർജമെന്ന് അഭിമാനത്തോടെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകണം. അത് നമ്മൾ തുടർന്ന് മുന്നോട്ട് പോകും. അതിന് വേണ്ടത് നമുക്ക് നല്ല റിസൾട്ടാണ്. അമിതാത്മവിശ്വാസം നമ്മുടെ ഭൂരിപക്ഷത്തെ കുറക്കാൻ പാടില്ല. അമിതാത്മവിശ്വാസം നമ്മൾ ഏത് സ്ഥാനാർത്ഥിയുമായിക്കോട്ടെ പറയും, ഇപ്പൊ ഭൂരിപക്ഷം ഇങ്ങനെ പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് വേണ്ട. നമുക്ക് നല്ല വർക്ക് നടത്തി അമിത ആത്മവിശ്വാസത്തിനപ്പുറം നമുക്ക് നല്ല വർക്ക് സിസ്റ്റമാറ്റിക് ഇപ്പൊ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഊർജ്ജസ്വലമായി ആ വർക്ക് നടത്തി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കേരളത്തിൽ 100 സീറ്റോടുകൂടി UDF അധികാരത്തിൽ വരുമ്പോൾ അതിൽ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടുകൂടി ആലുവയായിരിക്കും തല ഉയർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടി കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സിന്ദാബ UDF വിളിക്കാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകണമെന്ന് മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഇനി വളരെ കുറച്ച് ദിവസമുള്ളൂ. ചൂട് കഠിനമാണ്, നല്ല ചൂടാണ്, 40 ഡിഗ്രി ചൂട് വരെ ഉണ്ട്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നാം മുന്നോട്ട് പോകുകയാണ്. കേരളത്തിൽ വീണ്ടും ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുമ്പോൾ നാടൊന്നായി പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 100-ലധികം MLA-മാരുടെ കരുത്തോടെ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിലേക്ക് മടങ്ങി വരുന്ന രാഷ്ട്രീയമാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ ഒറ്റപ്പാലത്ത് പോയിരുന്നു. ഈ 100-ൽ നമ്മൾ പെടുത്തിയതല്ല ഒറ്റപ്പാട്. എൻ്റെ കാഴ്ചപ്പാടിൽ ഈ 16ാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഇടതുപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചവിട്ടി പുറത്താക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരും തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുക. ചടങ്ങിൽ മുൻ MLA-മാരായ PJ ജോയി, MA ചന്ദ്രശേഖരൻ, നെടുമ്പാശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് KN കൃഷ്ണകുമാർ, UDF നിയോജക മണ്ഡലം ചെയർമാൻ ലത്തീഫ് പൂഴിത്തുറ, കൺവീനർ അബ്ദുൽ ലത്തീഫ്, പഞ്ചായത്ത് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KV പോളച്ചൻ, MC രഘു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജി ബിജു, തോമസ് കോയിക്കര, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എബിൻ ഡേവിസ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രിയ രഘു, INTUC മണ്ഡലം പ്രസിഡന്റ് PI ദാദർഷ, MI ദേവസിക്കുട്ടി, KD പൗലോസ്, KO ലോറൻസ്, MP ലോലപ്പൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാലടി.